ആകമാന സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ ചരിത്രവും വിശ്വാസസത്യങ്ങളും തയ്യാറാക്കിയത് ഷെവലിയാർ കെ.ഒ. മാത്യു കോങ്കര. ചാപ്റ്റർ 1 ക്ലാസ് 9. കഴിഞ്ഞ ക്ലാസ്സിൽ ക്രിസ്തുവിന്റെ സഭയെ പീഡിപ്പിച്ചാൽ പീഡയേൽക്കുന്നത് ക്രിസ്തുവിനാണെന്ന് വചനാടിസ്ഥാനത്തിൽ നാം കണ്ടു. എന്തുകൊണ്ട് ക്രിസ്തു പീഡയേറ്റു? ഉത്തരം: ക്രിസ്തുവും തന്റെ സഭയും ഒന്നാണ്. സഭ ക്രിസ്തുവിന്റെ ശരീരവും ക്രിസ്തു സഭയുടെ ശിരസ്സുമായതുകൊണ്ട് തന്റെ സഭയെ പീഡിപ്പിച്ചാൽ അത് അന്നായാലും ഇന്നായാലും പീഡയേൽക്കുന്നത് ക്രിസ്തുവിനാണ്. ക്രിസ്തുവും തന്റെ സഭയും എപ്രകാരം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്നതിന്റെ കൂടുതൽ വിശദാംശങ്ങൾക്ക് ക്ലാസ് 1 ശ്രദ്ധിക്കുക. നിഷ്കളങ്കനും താൻ സത്യമെന്നു കരുതുന്ന കാര്യങ്ങളിൽ തീക്ഷ്ണതയോടെയും ഉറപ്പോടെയും പ്രവർത്തിക്കുന്ന ശൗൽ യേശുവിനെക്കുറിച്ച് ആദ്യം വേണ്ടപോലെ അറിഞ്ഞിരുന്നില്ല. എന്നാൽ ഇസ്രായേലിന്റെ ദൈവത്തോടും ന്യായപ്രമാണങ്ങളോടുമുള്ള ഭക്തിയും സ്നേഹവും അദ്ദേഹത്തെ എത്തിച്ചത് ന്യായപ്രമാണങ്ങളെ തെറ്റായി വ്യാഖ്യാനിച്ച് പഠിപ്പിക്കുന്ന സംഘത്തോടുകൂടിയായിരുന്നു. അവരുടെ സൻഹെദ്രിൻ സംഘത്തിൽ അംഗവുമായി. എന്നാൽ ശൗലിനെ മുന്നമേ ദൈവം തന്റെ നാമം വഹിക്കുന്ന പാത്രമായി തിരഞ്ഞെടുത്തിരുന്നു. കൂടുതൽ പഠിക്കുവാൻ എഫേസ്യ അധ്യായം 1 വായിച്ചു നോക്കുക. അതുകൊണ്ടാണ് മേൽ വിവരിച്ച പ്രകാരം തന്റെ സഭയെ പീഡിപ്പിച്ച ശൗലിനെ വിളിച്ചു വേർതിരിച്ച് അദ്ദേഹത്തിന്റെ വഴി ക്രിസ്തു വെളിപ്പെടുത്തി കൊടുക്കുന്നത്. ദൈവം ശൗലിന് എന്തെല്ലാമാണ് നൽകിയതെന്ന് കാണുക. ശൗലിന് മാമ്മോദീസ നൽകപ്പെട്ടു. ശേഷം തന്റെ സഭയുടെ അഥവാ വിശുദ്ധ അന്ത്യോക്യ സഭയുടെ പ്രവാചകനും ഉപദേഷ്ടാവുമാക്കി മാറ്റി. വിശുദ്ധ അന്ത്യോക്യ സഭയിൽ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്നു നേരിട്ട് കൽപ്പനകൾ നൽകുന്നു. ശൗലിനെയും ബർണബായെയും തനിക്കായി വേർതിരിക്കുവാൻ കൽപ്പന നൽകുന്നു. കൈവപ്പ് നൽകി യാത്ര അയക്കുന്നു. കൈവപ്പിന് ശേഷം ശൗലിന്റെ പേര് പൗലോസ് എന്നാകുന്നു. ഇതിനായി അപ്പോസ്തല പ്രവൃത്തി അധ്യായം 13 വാക്യം 1 മുതൽ വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ അധ്യായം 13 വാക്യം 1. ബർന്നബ, നീഗർ എന്ന് വിളിക്കപ്പെടുന്ന ശെമോൻ, കുറീന നഗരത്തിൽ നിന്നുള്ള ലൂക്കിയാസ്, ഹേരോദേസ് തെത്രക്കായുടെ കൂടെ വളർന്നവനായ മനായിൽ, ശൗൽ എന്നീ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും അന്ത്യോക്യായിലെ സഭയിൽ ഉണ്ടായിരുന്നു. വാക്യം 2. അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അവരോട് ശൗലിനെയും ബർന്നബായെയും ഞാൻ അവരെ വിളിച്ചിരിക്കുന്ന ജോലിക്കായി എനിക്കായി വേർതിരിപ്പിൻ എന്ന് പറഞ്ഞു. വാക്യം 3. അവർ ഉപവസിച്ചു പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവപ്പ് നടത്തി അവരെ യാത്രയാക്കി. വാക്യം 4. അവർ പരിശുദ്ധാത്മാവിനാൽ അയക്കപ്പെട്ട ശേഷം സെലൂക്യായിലേക്ക് പോയി. അവിടെ നിന്നും അവർ സമുദ്രമാർഗം യാത്ര ചെയ്ത് കുപ്രോസിലെത്തി. വാക്യം 9. അപ്പോൾ പൗലോസ് എന്ന് വിളിക്കപ്പെട്ട ശൗൽ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞ് അവന്റെ നേരെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട്. മേൽ വാക്യങ്ങൾ വെളിപ്പെടുത്തുന്നതെന്താണ്? 1. ശൗൽ പീഡിപ്പിച്ച ക്രിസ്തുവിന്റെ സഭ അന്ത്യോക്യ സഭയാണ്. ക്രിസ്തുവിന്റെ സഭയുടെ, അതായത് വിശുദ്ധ അന്ത്യോക്യ സഭയുടെ പ്രവാചകനും ഉപദേഷ്ടാവുമായി ദൈവം ശൗലിനെ മാറ്റുന്നു. 2. അന്ത്യോക്യ സഭ ക്രിസ്തുവിന്റെ സഭയായതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് ആ സഭയിൽ എഴുന്നള്ളി വന്ന് നേരിട്ട് കൽപ്പന നൽകിയതും ശൗലിന് കൈവപ്പു ലഭിച്ചതും ശൗലിന്റെ പേര് പൗലോസ് ആയതായും തുടർന്നു നാം വായിക്കുന്നു. 3. ആ സഭയുടെ പുണ്യപിതാക്കന്മാർക്ക് നേരിട്ട് പരിശുദ്ധാത്മാവിൽ നിന്നും ഉയർപ്പിന് ശേഷം ക്രിസ്തുവിൽ നിന്നും കൽപ്പനകൾ ലഭിച്ചു വന്നിരുന്നു. 4. വിശുദ്ധ അന്ത്യോക്യ സഭ വിശുദ്ധ ബൈബിൾ ക്രോഡീകരിക്കപ്പെടുന്നതിന് മുൻപു തന്നെ ഉണ്ടായിരുന്ന പുരാതന സഭയാണ് എന്ന് മേൽവാക്യങ്ങൾ വെളിപ്പെടുത്തുന്നു. അതിനാൽ തന്നെ ആ ആത്മീയ പിന്തുടർച്ചയാണ് കൈവപ്പു വഴി ഇടമുറിയാതെ AD 37 മുതൽ വിശുദ്ധ സഭ ഇന്നോളം തുടർന്നു വരുന്നത് എന്നും വെളിപ്പെടുന്നു. വിശുദ്ധ സഭയും ക്രിസ്തുവും ഒന്നാകുന്നതുകൊണ്ടാണ് വിശുദ്ധ സഭയെ പീഡിപ്പിച്ചതിനാൽ ക്രിസ്തുവിന് പീഡയേറ്റത്. വിശുദ്ധ സഭയുടെ വിശുദ്ധ കുർബാന അപ്പം ഓരോ സഭാംഗത്തിനും വിഭജിച്ച് അഥവാ മുറിച്ച് നൽകുകയും അവർ അത് ഭക്ഷിക്കുകയും ചെയ്യുന്നതുവഴി അവർ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമായി തീരുന്നു. യോഹന്നാൻ അധ്യായം 6 വാക്യം 56 മുതൽ 57 വരെ നമുക്ക് വായിച്ചു നോക്കാം. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിൽ വസിക്കും, ഞാൻ അവനിലും വസിക്കും. ക്രിസ്തുവാകുന്ന മുന്തിരിവള്ളിയുടെ ചില്ലകളായിത്തീരുന്നു. അതിനാൽ ക്രിസ്തുവിന്റെ രക്തമടങ്ങിയ വിശുദ്ധ മൂറോനാൽ
പരിശുദ്ധാത്മ മുദ്രകുത്തപ്പെട്ട സഭാംഗങ്ങളെ പീഡിപ്പിച്ചാൽ ക്രിസ്തുവിനാണ് പീഡയേൽക്കുന്നത് എന്നല്ലേ ഇവ അർത്ഥമാക്കുന്നത്? വിശുദ്ധ സഭയ്ക്കെതിരെ വ്യവഹാരപ്പെടുകയും വിശുദ്ധ സഭയുടെ ദേവാലയങ്ങളിൽ കലാപമുണ്ടാക്കുകയും ദേവാലയങ്ങൾ പിടിച്ചടക്കി ദിവ്യബലി ഉൾപ്പെടെയുള്ള വിശുദ്ധ കൂദാശകൾ വിശുദ്ധ സഭയുടെ അംഗങ്ങൾക്ക് നിഷേധിക്കുന്നതും തടസ്സപ്പെടുത്തുന്നതും വ്യവഹാരത്തിൽ കൂടെ, ഭീഷണിയിൽ കൂടെ, സ്വാധീനത്തിൽ കൂടെ തങ്ങൾക്ക് നിത്യജീവൻ പ്രാപിക്കുവാൻ ക്രിസ്തുവിൽ നിന്നു നേരിട്ടും ശ്ലീഹന്മാർ വഴിയും അന്ത്യോക്യൻ പിതാക്കന്മാർ വഴി ലഭിച്ച വിശുദ്ധ കൂദാശകൾ ഉൾപ്പെടെയുള്ള തിരുക്കർമ്മങ്ങൾ തടഞ്ഞ് വേദവിപരീതികളുടെ കർമ്മങ്ങൾ അടിച്ചേൽപ്പിച്ചും നിർബന്ധിത വിശ്വാസ പരിവർത്തനം നടത്താമെന്നും മൃതന്മാരുടെ ശരീരം സംസ്കരിക്കുന്നത് തടയുന്നതും അവർ ക്രൂരമായി മർദ്ദിക്കപ്പെടുന്നതും സഭാമക്കളെ ഈ വിധ പീഡകളിൽ കൂടെ വേദവിപരീതികളുടെ വിശ്വാസത്തിലേക്ക് പരിവർത്തനം നടത്താമെന്നും വ്യാമോഹിക്കുന്നവരോടും അതിൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ ചേർന്ന് പ്രവർത്തിക്കുന്ന സഭയ്ക്കുള്ളിലുള്ളവർ ഉൾപ്പെടെയുള്ള എല്ലാവരോടും ക്രിസ്തു ഇന്നും ചോദിക്കുന്നു, നീ എന്തിനാണ് എന്നെ അല്ലെങ്കിൽ ഞാൻ ആകുന്ന സഭയെ പീഡിപ്പിക്കുന്നത് എന്ന്. ക്രിസ്തുവിന്റെ സഭയെ പീഡിപ്പിച്ചാൽ ക്രിസ്തു പീഡയേൽക്കുമെങ്കിൽ, ക്രിസ്തുവിന്റെ സഭയെ സ്നേഹിച്ചാൽ, കരുതിയാൽ, ക്രിസ്തുവിന്റെ സഭയ്ക്കുവേണ്ടി കഷ്ടത അനുഭവിച്ചാൽ, അപമാനമേറ്റാൽ, പീഡയനുഭവിച്ചാൽ, മർദ്ദനമേറ്റാൽ, സർവ്വതും നഷ്ടപ്പെട്ടാൽ, അവഗണിക്കപ്പെട്ടാൽ, ജയിൽവാസമനുഭവിച്ചാൽ, രക്തം ചിന്തപ്പെട്ടാൽ, രക്തസാക്ഷിയായാൽ, കണ്ണീരോടെ പ്രാർത്ഥിച്ചാൽ, ക്രിസ്തുവിന്റെ സഭയ്ക്കുവേണ്ടി എന്തൊക്കെ നന്മ പ്രവർത്തികൾ ചെയ്യുന്നുവോ അതെല്ലാം ക്രിസ്തുവിനു വേണ്ടിയായിത്തീരും. കാരണം ക്രിസ്തുവിന്റെ സഭയും ക്രിസ്തുവും ഒന്നാണ്. അതിനാൽ ക്രിസ്തുവിന്റെ സഭയ്ക്കുവേണ്ടി ചെയ്ത ചെറുതും വലുതുമായ ഏതെങ്കിലും കാര്യങ്ങൾ ദൈവം മറക്കുമോ? കർത്താവിന്റെ നാമത്തിൽ വരുന്ന ഒരുവനു ഒരു പാത്രം വെള്ളം കൊടുത്താൽ അതിന് പ്രതിഫലമില്ലാതെ പോകില്ല എന്ന് കൽപ്പിച്ച ദൈവം തന്റെ സഭയ്ക്കുവേണ്ടി ചെയ്ത എല്ലാറ്റിനും അവരവരുടെ പ്രവൃത്തികൾക്കനുസരിച്ചുള്ള പ്രതിഫലം നൽകുമെന്നത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. ശൗലിനെ ക്രിസ്തു വിളിച്ചു വേർതിരിച്ചത് എന്തിനാണെന്ന് ഹനനിയായോട് കൽപ്പിക്കുന്ന ഭാഗം നോക്കുക. അപ്പോസ്തല പ്രവൃത്തികൾ അധ്യായം 9 വാക്യം 15. കർത്താവ് അയാളോട്, നീ എഴുന്നേറ്റ് പൊയ്ക്കൊള്ളുക. എന്തെന്നാൽ പുറജാതികളുടെയും രാജാക്കന്മാരുടെയും ഇസ്രയേൽ മക്കളുടെയും മുമ്പിൽ എന്റെ നാമം വഹിപ്പാൻ അവൻ എനിക്കായി തിരഞ്ഞെടുക്കപ്പെട്ട പാത്രമാകുന്നു. വാക്യം 16. എന്റെ നാമത്തിനുവേണ്ടി അവൻ എത്രയേറെ കഷ്ടമനുഭവിപ്പാനിരിക്കുന്നു എന്ന് ഞാൻ അവൻ കാണിച്ചു കൊടുക്കും എന്ന് പറഞ്ഞു. ഇവിടെ 2 കാര്യങ്ങളാണ് ക്രിസ്തു ഹനനിയായോട് വെളിപ്പെടുത്തുന്നത്. ഒന്ന്, ശൗൽ എന്ന വിശുദ്ധ പൗലോസപ്പസ്തലൻ മുഖാന്തിരം ക്രിസ്തുവിന്റെ സഭയ്ക്കുണ്ടാകുന്ന വളർച്ച. ഏഷ്യ മൈനറിലെ 7 സഭകൾ, അതായത് ആസിയായിലെ 7 സഭകൾ എന്ന് വെളിപ്പാട് 1-ാം അധ്യായത്തിൽ കാണപ്പെടുന്ന റോം, കൊരിന്ത്, തെസ്സലനോക്യ, കൊലോസ്യ, ഫിലിപ്പിയ, എഫേസ്യ തുടങ്ങി എന്നറിയപ്പെടുന്ന മിക്ക രാജ്യങ്ങളിലും അദ്ദേഹം ക്രിസ്തുവിനുവേണ്ടി പ്രവർത്തിക്കുകയും അത്യന്തം ദുഷ്കരവും കഠിനവുമായ തന്റെ 3 മിഷണറി യാത്രയിലൂടെ തന്റെ ഓട്ടം തികക്കുകയും അനേകായിരങ്ങളെ സഭയോട് ചേർക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ 14 ലേഖനങ്ങൾ ഇക്കാലത്ത് എഴുതപ്പെട്ടു. ശൗലായിരുന്ന കാലത്ത് അറിവില്ലാതെ തന്റെ നാഥന്റെ സഭയ്ക്കെതിരെ ചെയ്തുപോയ തന്റെ വീഴ്ചയെ ഓർത്ത് പല പ്രസംഗങ്ങളിലും അദ്ദേഹം ദുഃഖിക്കുകയും പശ്ചാത്തപിക്കുകയും ചെയ്യുന്നതും കാണാവുന്നതാണ്. രണ്ടാമതായി, അദ്ദേഹം അനുഭവിക്കാനിരിക്കുന്ന കഷ്ടപ്പാടുകൾ ക്രിസ്തു ഹനനിയായോട് മുൻകൂട്ടി വെളിപ്പെടുത്തുന്നുണ്ട്. തന്റെ ഓട്ടം തികക്കുന്നതിനു മുൻപ് അതെല്ലാം സംഭവിച്ചു. ജയിൽവാസവും മർദ്ദനവും അങ്ങനെ ഏറ്റവും നല്ല പോർ പൊരുതി. അവസാനം റോമിൽ വെച്ച് രക്തസാക്ഷിത്വം വരിച്ച് വലിയ യോഗ്യതയോടെ തന്റെ അരുമനാഥന്റെ സവിധത്തിലേക്ക് കരേറിപ്പോയി. പീഡകളിലൂടെയും രക്തച്ചൊരിച്ചിലൂടെയും ആദ്യ നൂറ്റാണ്ടുകളിൽ വിശുദ്ധ അന്ത്യോക്യ സഭ തഴച്ചു വളർന്നു. അന്ത്യോക്യയിലും ജെറുസലേമിൽ നിന്നും സമീപ പ്രദേശങ്ങളായ നസ്രേത്ത്, ഗലീലിയ, കഫർനഹോം, യഹൂദിയ, കേസരിയ മാത്രമല്ല അലക്സന്ത്രിയ, ഗലാത്യ, ഇപ്പോൾ തുർക്കി എന്ന് അറിയപ്പെടുന്ന കുസ്തന്തീനോപോലിസ് തുടങ്ങി സമീപ രാജ്യങ്ങളിലേക്കും വ്യാപിച്ചു. ഇവിടെ സ്ഥാപിക്കപ്പെട്ട എല്ലാ സഭകളും അന്ത്യോക്യയിൽ വിശുദ്ധ പത്രോസിനാൽ സ്ഥാപിച്ച ക്രിസ്തുവിന്റെ ഏകസഭയുടെ കോൺഗ്രിഗേഷൻ അഥവാ ഇടവകൾ മാത്രമായിരുന്നു. അല്ലാതെ സ്വതന്ത്ര സഭകളല്ലായിരുന്നു. മലങ്കരയിൽ യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് സഭ 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യം വരെയും വിശുദ്ധ അന്ത്യോക്യ സഭയുടെ ഇടവക അഥവാ കോൺഗ്രിഗേഷൻ എന്നാണറിയപ്പെട്ടിരുന്നത്. മലങ്കര ഇടവക എന്ന പേരിൽ അക്കാലത്ത് എഴുതപ്പെട്ട പ്രാർത്ഥനാ പുസ്തകങ്ങളും രേഖകളും ഇപ്പോഴും ലഭ്യമാണ്. ആദ്യ നൂറ്റാണ്ടിൽ തന്നെ ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ
അപ്പോസ്തലർ, വിശുദ്ധ അന്ത്യോക്യ സഭയുടെ പാത്രിയർക്കീസന്മാർ, വിശുദ്ധർ തുടങ്ങി അനേകായിരങ്ങൾ ക്രിസ്തുവിനുവേണ്ടി, അതായത് തന്റെ സഭയ്ക്കു വേണ്ടി സാക്ഷി മരണം വരിച്ചു. നമുക്ക് വിശുദ്ധ യാക്കോബ് ശ്ലീഹയുടെ 5-ാം അധ്യായം 19 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ കേൾക്കാം. എന്റെ സഹോദരന്മാരെ, നിങ്ങളിൽ ഒരുവൻ സത്യമാർഗത്തിൽ നിന്നു തെറ്റിപ്പോകുകയും അവന്റെ വഴിതെറ്റിൽ നിന്നും അവനെ ഒരുവൻ തിരികെ വരുത്തുകയും ചെയ്താൽ, വഴിതെറ്റിൽ നിന്നും ഒരുവനെ തിരികെ വരുത്തിയവൻ അവന്റെ പ്രാണനെ മരണത്തിൽ നിന്നു രക്ഷിക്കുകയും തന്റെ പാപങ്ങളുടെ ബഹുലതയെ മായ്ച്ചു കളയുകയുമാണ് ചെയ്തത് എന്നറിഞ്ഞുകൊള്ളട്ടെ. അതിനാൽ ഈ ക്ലാസുകൾ നമ്മുടെ സഭയിലെ എല്ലാ അംഗങ്ങളുമായും പങ്കിടുക. വിശുദ്ധ സഭയുടെ പുണ്യപ്പെട്ട പിതാക്കന്മാർക്ക് നേരിട്ട് ലഭിച്ചതും അവർ അത് പാലിച്ചു നമ്മെ ഏൽപ്പിച്ചു തന്നിട്ടുള്ള വിശ്വാസസത്യങ്ങൾ അറിയുവാനും പഠിക്കുവാനും അത് നമ്മുടെ സഭയുടെ എല്ലാ അംഗങ്ങളിലേക്കും പകരുവാനും നൂതനോപദേശവുമായി വരുന്നവരെ പഠിപ്പിക്കുവാനും ഈ ക്ലാസുകൾ ആവശ്യമുള്ളവർ ഇതോടൊന്നിച്ചുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ ഇനിയും അയക്കുന്ന എല്ലാ ക്ലാസുകളും ബഹുമാനപ്പെട്ട അംഗങ്ങൾക്ക് നേരിട്ട് ലഭ്യമാകുന്നതാണ്. നിങ്ങൾക്ക് എന്റെ ഇടതുവശത്ത് ഈ ക്ലാസുകൾക്കായുള്ള പ്ലേലിസ്റ്റ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇതിനു മുൻപുള്ള എല്ലാ ക്ലാസും ലഭ്യമാകുന്നതാണ്. വലതുവശത്ത് നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കഴിയുന്ന ഒരു മെഴുകുതിരിയുടെ ചിത്രം കാണാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുമെന്നും അടുത്ത ക്ലാസ്സിൽ നിങ്ങളെയെല്ലാം കാണാം എന്ന പ്രതീക്ഷയോടും കൂടെ നിർത്തുന്നു.